ബ്രോ ഈ പയ്യനെ അറിയോ ബ്രോ? നോക്കട്ടെ ഈ പയ്യനെ അറിയാം, നോക്കറിയാ. ഓ ഇതൊക്കെ ഒരു കാലം. ഇതാണ് സ്നേഹം, ഇതാണ് നമ്മുടെ കോലം നോക്കി. ആരത്? ബ്രോ RP അറിയായിരുന്നോ? ഞാൻ ഇല്ല, നമ്മള് പുറകെ സർവല്ലേ, മറ്റേ സർവറിൽ നിന്ന് ഇറങ്ങിയതാ. അല്ലല്ല, ഇന്ന് വന്നായിരുന്നു. ഇന്ന് അല്ലാതെ കയറി കളിച്ചായിരുന്നോ ചോദിക്കുവായിരുന്നു. എന്ത്? RP സിറ്റി കയറിയല്ലേ? ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇനി ഒന്നിനും ഇല്ലടാ, ഞാൻ മടുത്തു, ഞാനൊരു ഗ്യാപ്പ് എടുക്കുക, ഞാൻ ഒരാഴ്ചത്തേക്കുള്ള ബാൻ വാങ്ങിച്ചിട്ട് ഇറങ്ങിയത്. ആണല്ലേ? നൈസ് 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 ജോബ് ബ്രോ. നാളെ എത്തൂല്ലേ? നാളെ നീ നാട്ടിലെന്നാ പറഞ്ഞേ? പിന്നല്ലാതെ ഞാൻ ഇവിടുന്ന് പോവാനാ? ഞാൻ നാട്ടിലല്ലേ, വീട്ടിലല്ലേ ഞാൻ. പീസിൽ വെള്ളം കയറിയെന്നാ? കീബോർഡില് വേണ്ട, RP എല്ലാവരും ഉള്ളപ്പോൾ ചെയ്താൽ മതി. ഇല്ല ബ്രോ, ഇന്ന് അതിനുവേണ്ടി കൊത്തിയിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം നമ്മൾ ഉള്ളവരെ വെച്ച് ചെയ്യുമോ? ഇന്ന് എല്ലാവരുടെ അവൈലബിലിറ്റി. ഇന്ന് ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ, കണ്ണാപ്പിയുടെ പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് കണ്ണാപ്പിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഓൾറെഡി കണ്ണൂരിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മന്ദാരം അവരൊക്കെ ഓൾറെഡി ഇറങ്ങി. മനസ്സിലായോ? അങ്ങനെ മന്ദാരം അല്ലല്ലോ, ആരൊക്കെയാ? സ്റ്റാലിന് സ്നൈപ്പ് അവര് അങ്ങനെ കുറച്ച് പേര്. ഇല്ലല്ലോ, ഉണ്ട്. ഇന്ന് ചെയ്തിട്ട് പോകുന്നു. ഇനിയിപ്പോ ഡിലേ ആക്കിയാൽ ശരിയാവില്ല ജോക്കി. അത് പറഞ്ഞ് മാറ്റിക്കൊണ്ടിരുന്നാൽ ശരിയല്ല. നമുക്ക് വളരെ വെച്ച് ചെയ്യാം. നമുക്ക് പയ്യെ ഓരോരോ ഐഡിയ കൊണ്ടുവരാം, കുഴപ്പമില്ല. സിവിക് എടുത്തു? അല്ല, ഞാനല്ല, അത് സെഡർ എടുത്ത് സിവിക്. അതായത് സെഡ് വണ്ണിന്റെ മുതലാളിയില്ലേ, പുള്ളി എടുത്തതാണ്. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം. ആൻഡ് ഞാൻ കുറെ നാളായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം തരണം എന്ന് വിചാരിച്ചു. അപ്പൊ TVയുടെ വകയായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഒന്നും തരാൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊരു സാധനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആദ്യം തരാൻ പോണത് ഇത് TV-ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് ബിൽഡ് ചെയ്തത്. പക്ഷെ ഇത് ആദ്യം ഒരു 10 ബോക്സ് ഞങ്ങൾ ഗീവ് അവേ നിങ്ങൾക്ക് ഇത് കാണുന്ന നിങ്ങൾക്ക് തന്നതിന് ശേഷം ഫ്രീ ആയിട്ട്, പൈസ ഒന്നും ഇല്ല, ഫ്രീ ആയിട്ട് തന്നതിന് ശേഷം നമ്മള് തുറന്നു കാണിക്കാം. അതിനുശേഷം നമ്മള് ഇത് ഓണത്തിന് നമ്മുടെ TVയിലെ എല്ലാവർക്കും, TVയിലെ എല്ലാ 50 മെമ്പേഴ്സിനും ഈ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാവും. അതിന്റെ കൂടെ ആദ്യം നിങ്ങൾക്കായിരിക്കും ഞങ്ങൾ ഈ ഗിഫ്റ്റ് ബോക്സ് തരുന്നത്. സോ ഇത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ലൈവ് ഇട്ട് നാളെ എത്തൂല്ലേ? നാളെ എത്തു കണ്ണാപ്പി. സോ ഇതാണ് ഗിഫ്റ്റ് ബോക്സ്. AKFX TV. AKF ആണ് നമ്മുടെ ഓണപ്പരിപാടി കഴിഞ്ഞ വട്ടം ഹോസ്റ്റ് ചെയ്തത്. ഈ വട്ടം അവരാ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഗീവ് അവേ ആയിട്ട് തരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് ഞങ്ങളുടെ കുറച്ച് മെർച്ച് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്ത ഒഫീഷ്യൽ മെർച്ച് അല്ല, ഇത് അവർ ചെയ്ത മെർച്ചാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഇതുപോലൊരു 3 ടീഷർട്ട്സ് ഉണ്ടാവും. ഒരു നോർമൽ ഒരു സാധാ ഒരു ടീഷർട്ടും, പിന്നെ AKFൻ്റെ ഒരു ടീഷർട്ടും, പിന്നെ TVയുടെ ഒരു ഹുഡി. TVയുടെ ഈ ഹുഡി, TVയുടെ ഈ ഹുഡി ഉണ്ടാവും. സോ അപ്പൊ ഇതൊരു 10 പേർക്ക് ഞങ്ങൾ ഞാൻ ഗീവ് അവേ ആയിട്ട് ഒരു ചെറിയ പോസ്റ്റ് അവരിടുന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ ഇത് അവര് ചെയ്ത് പറിച്ചാ. അപ്പൊ എനിക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ നോക്ക്. ഞങ്ങളുടെ ഒഫീഷ്യൽ മെർച്ച് അല്ല ഇത്. ഞങ്ങളുടെ ഒഫീഷ്യൽ മെർച്ച് ഞാൻ പറയില്ല ഗൈസ്, ഞാൻ അൻവിൻ്റെ ഒക്കെ കൂടെ തുടങ്ങാനിരുന്ന അതിനകത്താണ് ഇതിൻ്റെ ഒഫീഷ്യൽ മെർച്ച് നമ്മൾ കൊണ്ടുവരാനിരുന്നത്. പക്ഷെ എന്താ പറയുക, അത് അങ്ങനത്തെ ഒരു രീതിയിൽ ഇതായി പോയപ്പോഴത്തേക്കിനും എനിക്കത് ചെയ്യാൻ താല്പര്യമായിരുന്നു. ഇപ്പം ഞാനത് വിനീതിൻ്റെ പേരിലോട്ടും എൻ്റെ പേരിലോട്ടുമായിട്ട് കംപ്ലീറ്റ്ലി ആ കമ്പനി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ സ്റ്റാറ്റസ് ഇതുവരെ മാറിയിട്ടില്ല. മാറിയതിന് ശേഷമേ ഞാനത് ലോഞ്ച് ചെയ്യുള്ളൂ. ആ ഒഫീഷ്യൽ മെർച്ച് അത് കുറച്ച് അടിപൊളി മറിച്ച്, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഗീവ് അവേ പോസ്റ്റ് ഞാൻ എന്തായാലും സ്റ്റോറി ആയിട്ട് ഇടാം. അന്നേരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തരാം കേട്ടോ. ഇതിൽ ഇപ്പം എൻ്റെ 10 എണ്ണം ഉണ്ട് ആ ബോക്സ് സെയിം. ഓക്കെ, ക്യാഷ് തരാം, അത് തരാം. ക്യാഷ് ഒന്നും വേണ്ട, അത് ഗീവ് അവേ ആയിട്ട് അവർ കൊടുക്കാൻ പറഞ്ഞതാണ്. ഇത് എൻ്റെ ഗീവ് അവേ അല്ല, അതാ പ്രശ്നം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എന്താ കണ്ണാപ്പി എന്താ പറഞ്ഞേ? നാളെ ഫ്ലെക്സും ചെണ്ടമേളം ഒക്കെ ഉണ്ട് കേട്ടോ. ചെണ്ടമേളോ? ആനയൊന്നുമില്ലണ്ണ, ആന ട്രൈ. നീ ലൈവ് ഇടുവോ ഞാൻ ഇടണോ? അണ്ണൻ ഇട്ടാ മതി, ഞാൻ ഇവിടെ ഇടാനാ. ഞാൻ വേണ IRLന്റെ റിക്കൊക്കെ തന്നെ നിനക്ക് വേണം, ഇടുന്നെങ്കിൽ ഇട്ടോ. ഇല്ല, അണ്ണനിട്.
നിങ്ങൾ എന്തിനാ അടി വിടുന്നേ? ഞാനിടാം. നീടണ്ട അണ്ണ ഇടണേ അണ്ണാ. ഞാൻ അണ്ണന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞില്ലേ അണ്ണ ഇടണം. എടാ വൈഫൈ ഒക്കെ സെറ്റ് അല്ലേ അവിടെ? വൈഫ് എല്ലാം സെറ്റാ. വൈഫോ വൈഫൈ എല്ലാം സെറ്റാ. നീ എന്തിനാടാ തിരുവനന്തപുരത്തുള്ള അവളെ വിളിച്ചിട്ട് ഇതിന് വരണം എന്നൊക്കെ പറഞ്ഞത്? സ്നേഹം കൊണ്ട് നമുക്ക് ചേച്ചിയുടെ സ്ഥാനത്തേക്ക് ആൾക്കാർ കുറവല്ല. ചേച്ചിയുടെ സ്ഥാനത്തേക്ക് ഇപ്പൊ വന്ന് പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ ഇന്ന് രാത്രി വണ്ടി ഓടിച്ച് ലൈവും കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി അവളെ വിളിച്ചോണ്ട് അവിടെ വരുന്ന കാര്യം പോസിബിൾ ആണോ? അല്ല, പോസിബിൾ അല്ല. ഞാൻ അറിഞ്ഞില്ലല്ലോ ചേച്ചി തിരുവനന്തപുരത്താന്ന്. വണ്ടി ഇല്ലടാ പോവാൻ നമുക്ക്. പോക്കോ ജോക്കി എനിക്കോ ട്രിവാൻഡ്രം വരെ ഓടിച്ചു വന്നിട്ട് തിരിച്ചു ഇവിടെ വരാൻ. നിന്നെ എടുക്കാൻ ഞാൻ, നിന്നെ എല്ലാരും എടുക്കാൻ ഞാൻ. വരുന്ന വഴി കുണ്ട്ര നിർത്തി എന്നെ കൂടെ എടുക്കുക. കുണ്ട്ര നിർത്തി ഞാൻ കുറച്ച് നിന്നെ എടുത്ത് അവിടെ നിന്ന് കുറച്ച് കുണ്ട്രന്ന് കുറച്ച് അണ്ടിയും മേടിച്ചു തരാം. എന്തൊക്കെയാണെന്ന്. ബസ്സാ ഇത്, ബസ്സാ. ഞാൻ വന്നില്ലെങ്കിൽ വണ്ടി ടാക്സി സർവീസ്. അതാ മൈക്ക് എന്തോ പരവരെ പോലെ ഉണ്ട്. അത് എന്റെ മൈക്കല്ല, വേറെ. ഇതിവിടെ ഇത് ഞാൻ കൂട്ടിയിട്ടിരിക്കുവാണോ? അയ്യോ നീ AKG എടുത്ത് പറയല്ല, അത് എന്റെ മൈക്കാ. അത് കേട്ടാ, അത് എന്റെ മൈക്കാ, എന്റെ മൈക്കാ, അത് എന്റെ മൈക്കാ, എന്റെ, അത് എന്റെ ചോര നീരും എന്റെയാ. എല്ലാ ദിവസവും അളിയാ. വേറൊരു കാര്യം, കണ്ണാപ്പിയുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമല്ല എന്റെ അടുത്തോട്ട്. സ്നേഹം കൊണ്ട് ഇങ്ങോട്ടൊന്നും വരില്ല. അവിടെ വന്ന് പങ്കെടുത്തിട്ട് പൊക്കോണം. ഇവിടെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാൻ വെച്ചിരിക്കുക. എന്നാ പിന്നെ അണ്ണാ എന്തേലും റൂമിലൊക്കെ വെക്കാൻ എന്തേലും കൊണ്ടുവരണോന്ന് ഞാൻ പറയത്തില്ല. പറയത്തില്ല. ഗിഫ്റ്റ് ഒന്നും വേണ്ട. നിനക്ക് റൂമിൽ വെക്കാൻ ഈ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല. അല്ലെ ഞാൻ പറയാം കണ്ണാപ്പി, നിനക്ക് ഈ പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കിന് എല്ലാരും ഇങ്ങനെ ഓരോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരുമല്ലോ. അതിന്റെ റാപ്പും മറ്റേ ഇതും എല്ലാം അവിടെ വീഴാതിരിക്കാൻ വേണ്ടിട്ട് അത് പറക്കി വെക്കാൻ ഞാൻ ഈ അൺബോക്സ് ചെയ്ത സാധനങ്ങളുടെ കാർഡ് ബോർഡ് എല്ലാം കൊണ്ടുവരാം. ഡ്രീമർ ഞാൻ കാര്യം ചെയ്യട്ടെ, ഇവിടെ പിറന്നാളുമല്ലോ ഒന്ന് ഗിഫ്റ്റ് കൊണ്ടുപോകാൻ. അണ്ണാ ഗിഫ്റ്റ് ഒന്നും വേണ്ട. ഈ വെളിയില് ഇങ്ങനെ ലെറ്റർ ഒക്കെ വെച്ചുള്ള എഴുത്തുണ്ട് പരിപാടി. അതില് ലെറ്റർ ഒക്കെ മേടിച്ച് എന്തേലും സംഭാവന ഇട്ടാ മതി. പിരിവൊക്കെ ഉണ്ടേ. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങളുടെ ഞാനൊരു കാര്യം പറയട്ടെ. ഇവൻ ഗെയിമിംഗ് റൂം ഏകദേശം ഒരു 3 ലക്ഷം രൂപയ്ക്ക് പ്ലാൻ ചെയ്തിട്ട് ഒരു 5 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് ആണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെ അടുത്തൂടെ. മനസ്സിലായ? അതായത് ഒരു റൂം പണിതിട്ട് ആ റൂമിൽ ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മറ്റേ വീട് പണിതിട്ട് പാലുകാച്ചിന് കിട്ടുന്ന ഗിഫ്റ്റ് ഫില്ല് ചെയ്യുന്ന പരിപാടിയില്ലേ, സെയിം. ഒരു ഗെയിമിംഗ് റൂം പണിത് ബ്ലാങ്ക് ആയിട്ട് പണിത് ഒരു PC മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ, ടോയ്സ്, കളിപ്പാട്ടം ഇതെല്ലാം ബാക്കിയുള്ളവരുടെ അടുത്ത് കളക്ട് ചെയ്യാന്നുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ നാളെ നടക്കാൻ പോണത്. ഇത് കല്യാണമാണ് സത്യം. കണ്ണാപ്പി വരുമോന്ന് തന്നെ ഉറപ്പില്ല. അതിന്റെ കൂടെ സാധനം ഒന്നും വാങ്ങിച്ചോണ്ട് വരാൻ വയ്യ. കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല. കണ്ണാപ്പി വൈകിട്ട് DJ ഉള്ള കാര്യം പറഞ്ഞായിരുന്നു അവരുടെ എല്ലാം. DJ ഉണ്ട് അച്ഛൻ. അല്ല അച്ഛന്റെ ഒക്കെ ചെണ്ടമേളം ഉണ്ട്. നാളെ ഇത് കൊണ്ടുവരട്ടെ, മാർച്ചിൽ കൊണ്ടുവരട്ടെ. നാളെ മാർച്ചിൽ കൊണ്ടുവരണം കേട്ടാ. അവന്റെ പരിപാടിക്ക് നീ എന്തിനാ എല്ലാവർക്കും സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടാ. നീ ആ സാധനം കൊണ്ടുപോയിട്ട് വീട് പൊളിക്കാനാ? അളിയ വീട്ടിലല്ല അളിയ പരിപാടി. ഇവന്റെ വീട്ടിൽ നിന്ന് 35 കിലോമീറ്റർ ഉണ്ട് പരിപാടി നടക്കുന്നിടത്തോട്ട്. 40 കിലോമീറ്റർ ഉണ്ട്. 40 കിലോമീറ്റർ എന്റെ വീട്ടിൽ നിന്ന്. എല്ലാവർക്കും ലോഡ്ജാണ്. തരങ്കണി ലോഡ്ജ്. തരങ്കണി ലോഡ്ജ്. അവിടെ വന്നിട്ടേ പോകട്ടോ. ഇല്ല ഞാൻ വീട്ടിൽ അമ്മയെ കാണാൻ എനിക്ക്. എടാ അത് കഴിഞ്ഞിട്ട് പോവാളി അടുത്ത ദിവസം രാവിലെ. ഞാൻ കൊണ്ടുപോയില്ല നിന്നെ. ഇല്ല നിന്നെ വിശ്വാസമല്ല. സ്റ്റേ ഉണ്ടോ? സ്റ്റേ ഒന്നും ഇല്ല. സ്റ്റേ ഒന്നും പറ്റും. എന്താണ് ഇത്? പിന്നെ 250 രൂപ പെർ പേഴ്സൺ കൊടുത്തു ഞാൻ. ഫോട്ടോ ഉറപ്പ് വരുത്തട്ടെ. ഗ്രൂപ്പ് ഇടാൻ. നല്ല സ്റ്റേ, കിടല സ്റ്റേ അടിപൊളിയാ. സൗണ്ട് ഒന്നും ഒരു പ്രശ്നമില്ല. കിടല സ്റ്റേ. പിന്നെ എയർബിഎൻബിയാ. അണ്ണാ പിന്നെ അണ്ണന്റെ ഒരു കട്ടൗട്ട് വെക്കുന്നുണ്ട് ഇങ്ങനെ വീട്ടിലോട്ട് തിരിയുന്ന വഴി കാണിക്കുന്ന പോലെ. പൊന്ന് കണ്ണാപ്പി ദയവ് ചെയ്ത് എന്നെ ഒന്നും ഫോട്ടോയിൽ വെക്കല്ലേടാ ദയവ് ചെയ്ത്. ഞാനേ ഇതുപോലെയാണ് എന്നെ കഴിഞ്ഞ മാസം ഒരുത്തൻ കട ഇനാഗുറേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. ആ ബോബോയ് ഉണ്ടോ? ആ കട പൊളിച്ചു മാറ്റി. അതിപ്പോ സലൂണാ. അതിപ്പോ മുടിവെട്ട് കടയാ. അതിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഒന്നുമല്ല, അത് മുടിവെട്ട് കട. അവിടെ തുണ്ട് പിടിച്ചില്ലേ, അവിടെ ഡെസ്ക് പിടിച്ചില്ലേ കമ്പി. ഇനാഗുറേഷൻ എന്ന് പറഞ്ഞ് എന്നെ ഒരു കടയെ കൊണ്ടിരുത്തി. എന്നിട്ട്
ഞാനാണ് വിശന്ന് കീറി വന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു ഷവർമ ഞാൻ പറഞ്ഞടാ എനിക്ക് പെട്ടെന്ന് ചെയ്തിട്ട് പോകണം ആ കടക്കാരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ഇവൻ കടക്കാരുടെ ഇല്ല, ഇല്ല, ഇത് ജനനായകന്റെ സീഡ് ഇറക്കില്ലണ്ട് അതിന്റെ ജനനായകന്റെ സീഡ് നോക്കി ഓർഡർ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫസ്റ്റ് ചെയ്തത് ഡിജിറ്റലാണ് ജനനായകൻ 30 രൂപ വാടകയ്ക്ക്. അയ്യോ അണ്ണാ ഞാൻ വലുതായിട്ടൊന്നും ചെയ്തില്ല അണ്ണന്റെ ഒരു ഫ്ലെക്സ് വെച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ എന്റെ വീട്ടിലോട്ട് തിരിയുന്ന വഴിയാന്ന് കാണിക്കുന്ന പോലെ ഇടത്തോട്ട് ഇങ്ങനെ ഒരെണ്ണം കാണിച്ചു. ഇത് എത്ര മണിക്കാ പരിപാടി എക്സാക്ട്? പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചു കളയാതൊക്കെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ കാണിക്കത്തില്ലേ ലുലുവില് അതേപോലെ അണ്ണാ. എടാ ഇത് എത്ര മണിക്കാ എസ്കേപ്പ് എന്ന് പരിപാടി? 4 മണിക്ക് പരിപാടി 4 മണിക്ക് ഗെയിമിംഗ് റൂം റിവീൽ. വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതോ നീ IRL കൂടെ ആണോ റിവീൽ ചെയ്യുന്നേ? IRL റിവീൽ ചെയ്യണ വീഡിയോ ഒക്കെ പിന്നീടാ ഒന്നും കുഴപ്പമില്ലണ്ണാ. ഓക്കെ അപ്പൊ IRL റിവീൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ച് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. കാരണം ഈ ഗെയിമിംഗ് റൂം റിവീലിന്റെ സമയത്ത് നമ്മൾ അച്ഛനും അമ്മയും കൊണ്ട് പോയത്തിപ്പെടുന്ന ഒരു ട്രെൻഡ് ഞാൻ കൊണ്ടുവന്നതാണ് കുറച്ച് നാൾക്ക് മുമ്പ്. അതും നമ്മൾ അച്ഛൻ്റെ അടുത്ത് മോനെ കുറിച്ച് രണ്ട് മോട്ടിവേഷൻ ഒക്കെ ചോദിക്കണേ വീഡിയോക്ക് വേണ്ടി. അതേ ചോദിക്കാം എത്ര മണി വരെ ഉണ്ടാവും? സമയം പോലെ അല്ല ഇവിടെ പറഞ്ഞ സാർ ഒരു 6 മണി. അപ്പൊ ഞാനേ ലുലുല് ഫ്ലാറ്റ്സിൽ അടപ്പുണ്ടേ 50. അപ്പൊ ഞാനേ എന്തെങ്കിലും ബെഡ്ഷീറ്റോ ഉണ്ടാവൂലേ ബ്രോ? ഇപ്പൊ ലിസ്റ്റ് ഇട്ടേക്കുന്ന എത്ര പേരാണോ? 30 പേരോ? 2 മണി വരെയാണോ? 2 മണി. എടാ അതല്ലടാ ഈ മണ്ടാ അതാ അങ്ങനെ 30 പേരല്ലേ? 30 പേര് കേസ് എല്ലാരും ഉണ്ടാവല്ലോ. ആ ലിസ്റ്റ് എവിടെടാ കണ്ണാപ്പിയത്? അണ്ണാ 25 പേരുടെ ലിസ്റ്റ് തൊട്ട് മേലെ കിടപ്പുണ്ടണ്ണാ. ഇല്ല 25 പേരാ, 30 പേരില്ല. 25 പേരേ ഉള്ളൂ. കണ്ണാപ്പി, SRK, രായം, ബാലന്, സക്കീർ, LX, ബോബോയി, അമ്പത്തൂര്, ജുഗുറു, ഞാന്, നിഞ്ച, ജൂഡ്, ഡീമൻ, അപ്പുക്കുട്ട, സ്റ്റാലിന്, സ്നൈപ്പ്, ആഷ്, ഓക്സി, സെക്കൻഡ്, ബ്രാവോ, നീലൻ, ഡോർക്കി, ബീഡി, മന്ദാരൻ, ചന്ദ്രൻ. നീലില്ല, അലക്സും ഇല്ല. അണ്ണാ ബോബുണ്ട്, മാമനുണ്ട്, സ്റ്റീവ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. മാമൻ, സ്റ്റീവ് അങ്ങനെ കുറച്ച് പേര്. അപ്പൊ 30 ഞാൻ പറയണ എല്ലാരും കൂടി ഉള്ള PRP ചെയ്യുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. തള്ളക്കി വിളിക്കുക. ചെറുത്തേട്ടനും പറഞ്ഞെന്ന് പോവാന്നൊക്കെ. അല്ല എനിക്ക് കുഴപ്പമില്ല. ജോക്കിക്ക് എവിടെ ഫ്ലാഷ് സെയിൽ നടക്കുന്നില്ല ലുലുവിൽ. ഞാൻ പറയണത് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാരും ഉള്ളപ്പോഴേ. നിങ്ങൾ വിട്ടോ ഞാൻ ഇത് ചെയ്യുമായിരുന്നു. ചെയ്യാൻ പറ്റുമോ? ചുമ്മാ പറഞ്ഞല്ലേ ഞാൻ ഇമോഷണലി തറയില്ല ജോക്കി. നീ വരണ്ട നിങ്ങൾ ഫ്ലാറ്റ് സെയിലിൽ പോയി ചട്ടിയും പ്രായം ഒക്കെ മേടിക്കും. ഒരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമില്ല. നമ്മളുണ്ട് സിറ്റിയില് പറഞ്ഞ വാക്കാണ്. ഇന്നലെ തൊട്ട് നമ്മൾ റെഡിയാണ്. ആഡിസയിലാണല്ലോ അല്ലേ? ഈകളെ ഞാനൊരു കാര്യം പറയടാ. അന്ന് ട്രിവാൻഡ്രത്ത് അവളെയും കുഞ്ഞിനെ വിളിച്ചിട്ട് നമുക്കങ്ങ് പോകാം. ജോക്കി കൊച്ചിനെ മറ്റന്നാ മൊട്ടയടിക്കാൻ കൊണ്ടുപോകണം. ജോക്കി തിരിച്ചു കൊണ്ടുവിടുവോ പൂവാറ് വരെ? പിന്നെ കാര്യം പറയട്ടെ, ഞാൻ പോണില്ല. ഇല്ലല്ല അളിയ, എനിക്ക് മറ്റേ മോശയുടെ വീഡിയോ ചെയ്യണോ അളിയ? ഞാൻ അത് ചെയ്തോണ്ടിരിക്കുക. ചെറുക്കനെ കൊണ്ട് മുട്ടയടി വരും. മോശമൊക്കെ പിന്നെയും വരും. ചെറുക്കനെ പോലത്തെ ഇനിയും വരും. മോശം എങ്ങനെയാണോ? പിന്നെ അല്ല ഇതെല്ലാം അവിടെ ഇപ്പൊ വരും. ഇതിന്റെ ഇപ്പൊ കത്തി വെച്ചിട്ട് ഇപ്പൊ വരും ബസ് കയറി. സ്ക്രീൻ ഓഫ് പക്ഷെ അന്ന് ഈ ചന്ദ്രന് കൂടി കൊടുക്കായിരുന്നല്ലോ ടാസ്ക്. പിന്നെ എല്ലാരും